ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് അന്തിമ അനുമതി ലഭിച്ചതോടെ ഏറെക്കാലത്തെ ഒരു നാടിന്റെ സ്വപ്നം കൂടിയാണ് സാക്ഷാത്കാരമാകുന്നത്. വയനാട്ടിലേക്കുള്ള സുഗമമായ യാത്ര എന്നതിനൊപ്പം നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് അത് വലിയ കുതിപ്പേകും. തുരങ്കപാതയ്ക്ക് അന്തിമ അനുമതി നൽകാമെന്ന് സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിക്ക് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തതോടെ തുരങ്കപാത നിർമ്മാണം ആരംഭിക്കാം. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാവുന്നതോടെ വയനാട്ടിലേക്കുള്ള യാത്ര സുഗമമാകും. കോഴിക്കോട് നിന്ന് താമരശ്ശേരി ചുരം കയറാതെ വയനാട്ടിലെത്താനുള്ള എളുപ്പപാത. അതാണ് ആനക്കാംപൊയിൽ തുടങ്ങി പശ്ചിമഘട്ട മലനിരകൾക്കിടയിൽ കൂടി മേപ്പാടിയിലെത്തുന്ന തുരങ്കപാത. മലയോര മേഖലയ്ക്കും ഒപ്പം ടൂറിസം രംഗത്തും വലിയ സാധ്യതകളാണ് ഇത് തുറന്നുവെക്കുന്നത്. രേഖാമൂലമുള്ള അനുമതി ലഭിക്കുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാത തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാംപൊയിലിനടുത്തെ സർഗം കുന്നിൽ നിന്നാണ് തുടങ്ങുന്നത്. പാരിസ്ഥിതിക വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ചായിരിക്കും നിർമ്മാണം. വയനാട് ജില്ലയുടെ ഗതാഗത പ്രതിസന്ധി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഗതാഗത പ്രതിസന്ധി പരിഹരിക്കുന്നതിനാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന ബൃഹത് പദ്ധതിക്ക് സംസ്ഥാന ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നത്. അതോടൊപ്പം ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴി വിപുലീകരിക്കുകയും മലയോര മേഖലയിൽ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. മലബാറിൻ്റെ ഏറ്റവും വലിയ ടൂറിസം സാധ്യതകളെ തുറന്നിടുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ ടണലായി ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി മാറുകയാണ്. 8 കിലോമീറ്റർ ദൂരത്തിൽ 2 വരി പാതയടങ്ങുന്ന തുരങ്കമാണ് നിർമ്മിക്കുക. സമിതി മുൻപോട്ട് വെച്ച നിബന്ധനകൾക്കനുസരിച്ചാണ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കേരളത്തിന്റെ വികസന കുതിപ്പിന് അത് മറ്റൊരു മുഖം നൽകുമെന്നത് തീർച്ചയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.